നമസ്കാരം. PM-ശ്രീ പദ്ധതി വിവാദം ഇടതുമുന്നണിയിൽ കത്തുന്നതിനിടെ സിലബസിൽ മലക്കം മറിഞ്ഞ് മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നെങ്കിലും കേരളവും കേന്ദ്ര സിലബസ് പഠിക്കേണ്ടി വരും. PM-ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതുകൊണ്ട് കേന്ദ്ര സിലബസ് കേരളത്തിൽ പഠിപ്പിക്കുമെന്ന് കരുതണ്ട. കേരളത്തിന് സ്വന്തവും ശക്തമായ പാഠ്യപദ്ധതിയും വിദ്യാഭ്യാസ കാഴ്ചപ്പാടുമുണ്ട്. കേരള സിലബസിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനാ മൂല്യങ്ങളും മതേതരത്വവും ഉയർത്തിപ്പിടിച്ചുള്ള വിദ്യാഭ്യാസം തന്നെയാകും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ തുടർന്നും നൽകുകയെന്നും മന്ത്രി പത്രക്കുറിപ്പിൽ അറിയിച്ചു. എന്നാൽ ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ പൊതുവിദ്യാലയങ്ങൾ ഉണ്ടാകും, അവിടെ കേരള സിലബസ് പഠിപ്പിക്കാം. എന്നാൽ PM-ശ്രീക്ക് കൈമാറുന്ന സ്കൂളുകളിൽ NCERT സിലബസ് ആകും പഠിപ്പിക്കേണ്ടി വരിക. അതായത് നിലവിൽ കേരള സിലബസ് പഠിക്കുന്ന സ്കൂളുകളിൽ NCERT സിലബസ് ആകും. കേരളത്തിലെ പാഠ്യപദ്ധതിയിൽ RSS സ്ഥാപകൻ ഹെഡ്ഗോവാറിനെയും സവർക്കറെയും ഉൾപ്പെടുത്തുമെന്ന BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ പ്രസ്താവന രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് BJP നേതാവിന് ധാരണയില്ലാത്തതിനാലാണ് ഇത്തരം പ്രസ്താവന നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ PM-ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചത് സംസ്ഥാനത്തെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനുള്ള ഫണ്ട് വിനിയോഗിക്കാനുമാണ്. അല്ലാതെ കേരളത്തിന്റെ സിലബസ് കേന്ദ്ര സർക്കാരിന് അടിയറവ് വെക്കാനല്ല. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വധിച്ചത് നാഥൂറാം വിനായക് ഗോഡ്സെ ആണെന്ന ചരിത്ര സത്യം കേരളത്തിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ആർക്കും വായിക്കാൻ കഴിയില്ല. സുരേന്ദ്രൻ ആഗ്രഹിക്കുന്നത് പോലെ ഹെഡ്ഗോവാറിനെയും സവർക്കറെയും കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവന പാതി ശരിയാണ്. കേരളത്തിലെ സ്കൂളുകളിൽ സംസ്ഥാന സർക്കാരിന് കേരള സിലബസ് പഠിപ്പിക്കാം. എന്നാൽ PM-ശ്രീ പദ്ധതിയുടെ സ്കൂളുകൾ കേന്ദ്രത്തിന്റേതായി മാറും. അങ്ങനെ ആ സ്കൂളുകളിൽ NCERT വരും. നയപരമായും രാഷ്ട്രീയമായും എതിർത്ത ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള PM-ശ്രീ സ്കൂൾ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാരിന് കീഴടങ്ങിയെന്നാണ് CPI ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ വിമർശനം. എന്നാൽ കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര ഫണ്ട് നേടിയെടുക്കാനാണ് PM-ശ്രീ നടപ്പാക്കുന്നതെന്നാണ് സർക്കാർ വിശദീകരണം. 2023-2027 വർഷത്തേക്ക് വിഭാവനം ചെയ്തതാണ് പദ്ധതി. രാജ്യത്ത് 14,500 PM-ശ്രീ സ്കൂളുകൾ വികസിപ്പിക്കുമെന്നാണ് കേന്ദ്ര പ്രഖ്യാപനം. ഒരു എലിമെന്ററി സ്കൂൾ, ഒരു സെക്കൻഡറി സ്കൂൾ എന്നിങ്ങനെ ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകൾ വീതം. സംസ്ഥാനത്തെ 300ഓളം പൊതുവിദ്യാലയങ്ങൾ ഇങ്ങനെ കേന്ദ്രം വികസിപ്പിക്കും. അവ PM-ശ്രീ സ്കൂളുകളായി തിരിച്ചറിയാവുന്ന തരത്തിൽ പേരുള്ള ബോർഡും വെക്കും. വിദ്യാർത്ഥികൾക്ക് 21ാം നൂറ്റാണ്ടിൽ വേണ്ട ശേഷി അഭിമുഖീകരിക്കാനുള്ള വിധം മാതൃകാ വിദ്യാലയങ്ങളാണ് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ PM-ശ്രീ. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നിർവഹണവും മികവും പ്രദർശിപ്പിക്കാനുള്ളതാണ് ഈ വിദ്യാലയങ്ങളെന്ന് മാർഗരേഖ വ്യക്തമാക്കുന്നു. NEP വ്യവസ്ഥകളെല്ലാം പൂർണ്ണമായി സംസ്ഥാനങ്ങളിൽ നടപ്പാക്കണമെന്ന് PM-ശ്രീ ധാരണാപത്രം നിർദ്ദേശിക്കുന്നു. PM-ശ്രീ സ്കൂളിൽ NEP ചട്ടക്കൂട് അനുസരിച്ചുള്ള പാഠ്യപദ്ധതി വേണം. അതിനാൽ NCERT സിലബസ് പിന്തുടരാൻ കേരളം നിർബന്ധിതമാവും. PM-ശ്രീ സ്കൂളിൽ കേന്ദ്ര സിലബസും മറ്റ് സ്കൂളുകളിൽ സംസ്ഥാന സിലബസും ആവുന്നതോടെ പൊതുവിദ്യാലയങ്ങൾ 2 തട്ടിലാവുമെന്നതാണ് വസ്തുത. PM-ശ്രീ ഒപ്പിടാത്തതിന്റെ പേരിൽ 2023-2024 അവസാന പാദം മുതൽ സമഗ്ര ശിക്ഷ കേരളത്തിനുള്ള ഫണ്ട് തടഞ്ഞിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിൽ 1200 കോടി മരവിപ്പിച്ചു. SSK പദ്ധതികൾ താളം തെറ്റുകയും ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുകയും ചെയ്തതോടെ കേന്ദ്ര സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ വ്യാഴാഴ്ച ധാരണാപത്രം ഒപ്പിട്ടു എന്നതാണ് വസ്തുത. വിദ്യാഭ്യാസത്തിൽ കാവ്യവൽക്കരണവും വാണിജ്യവൽക്കരണവും ലക്ഷ്യമിട്ടാണ് NEP എന്നാണ് CPM-ഉം CPI-യും സ്വീകരിച്ച ആദ്യ നിലപാട്. ഗാന്ധിവധവും ഗുജറാത്ത് കലാപവും മുഗൾ ഭരണവും ഒക്കെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടാണെന്നാണ് വിമർശനം. ഈ വർഷം CPM മധുര പാർട്ടി കോൺഗ്രസ് NEP അപകടകരമാണെന്ന് പറഞ്ഞിരുന്നു. ആ PM-ശ്രീ നടപ്പാക്കാൻ ശ്രമിച്ചതോടെ കേന്ദ്ര സർക്കാർ നയം തത്വത്തിൽ കേരളം അംഗീകരിച്ചു എന്നതാണ് വസ്തുത.